ഒരു പുള്ളിക്കാരി എന്റെ കുറ്റം പറഞ്ഞ് 4 ചുവരുകൾക്കുള്ള ഒരു മൊബൈലും വെച്ചിട്ട് ഒരു മൈക്കും വെച്ചിട്ട് എന്റെ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കി എന്നെ വിറ്റ് കാശ് ഉണ്ടാക്കുന്നവളുമാരാണ് ഇവളുമാര്. ഈ ഇവളുമാർക്ക് എന്നെ പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഞാൻ ഒന്നാമതായിട്ട് അഭിനയിച്ചാണെങ്കിലും ഇനോഗ്രേഷൻ ചെയ്താണെങ്കിലും ആൽബം ചെയ്താണെങ്കിലും ഞാൻ ആരെയും കുറ്റപ്പെടുത്താതാണ് പൈസ ഉണ്ടാക്കുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടി. ഇവളുമാരെ പോലെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു മൊബൈലും വെച്ചോണ്ട് പറയുമല്ല ഇവളമാർക്ക് എന്ത് യോഗ്യതയാണ് എന്നെ പറയാൻ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇവരാണ് എനിക്ക് വീട് വെച്ച് തന്നത്. എനിക്ക് ഒരുത്തിയും വീട് വെച്ച് തന്നിട്ടില്ല. മക്കൾക്ക് വേണ്ടിട്ട് വെച്ച് തന്നാണ് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവരാരാണ് എന്നെ പറയാൻ? ജന്തു, നികൃഷ്ട ജീവി, ഇറങ്ങി പോടിയെന്നൊക്കെ. ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ ഷഫീന ബീവി ഉണ്ട് ഈ രേണുസുതിയെ പറ്റി പറയുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിന് മറുപടിയായിട്ടുണ്ട് ഇപ്പോൾ രേണുസുതി രംഗത്ത് വന്നിരിക്കുകയാണ്. താനുണ്ടെങ്കിൽ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, അതോടെ തന്നെ ഞാനുണ്ടെങ്കിൽ ആരെയും കട്ടോ അല്ലെങ്കിൽ ഇതേ കണക്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉപദ്രവിച്ചല്ല പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, എന്നെ വെച്ചാണ് എല്ലാവരും ഉണ്ടെങ്കിൽ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. തനിക്കുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അതോടെ തന്നെ തൻ്റെ ജീവിതത്തിൽ ആരും ഇടപെടേണ്ട ആവശ്യമില്ല. ഒരുപാട് പേര് ഇപ്പം നോക്കിയാലും ഇതേ കണക്ക് വീട് എഴുതി കൊടുക്കുന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. താൻ ആ വീടിൻ്റെ ഒരു അവകാശവും ഇല്ല, മക്കൾക്ക് മാത്രമേ അതിലുള്ളൂ, ഇപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോകാൻ തയ്യാറാണെന്നുള്ള രീതിയിലാണ് രേണുസുതി പറഞ്ഞിരുന്നത്. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ആൾക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ രേണുസുതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വീട്ടിൻ്റെ കാര്യം തന്നെയാണ്. അങ്ങനെ പറയാൻ വേണ്ടി ഒരു അവസരം കൊടുത്തത് രേണുസുതി തന്നെയാണ്. കാരണം ആ വീട് വെച്ച് കൊടുത്തതിന് ശേഷം ഉണ്ട് ഈ പലവട്ടം പല ഇൻ്റർവ്യൂവിലും ഇത് കണക്ക് രേണുസുതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീട് കൊള്ളത്തില്ല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതിയിൽ. സോ അതുകൊണ്ട് തന്നെ അവരെ എടുത്തിട്ട് ഇത് കണക്ക് ട്രോളുന്നതോ അല്ലെങ്കിൽ അലക്കുന്നതിലോ കുറ്റം പറയാനും പറ്റില്ല. കാരണം ഇവർ തന്നെയാണ് ഇത് തുടങ്ങി വെച്ചതും. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.